മെട്രിക്സ് മെക്കാനിക്സിലേക്കും പെർട്ടുർബേഷൻ തിയറിയിലേക്കും കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ചില ഏർലിയർ ആപ്ലിക്കേഷൻസ് ചർച്ച ചെയ്യും. ഷ്രോഡിംഗർ ഇക്വേഷൻ വെച്ച് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന രീതിയിൽ. അതിൽ ഹാർമോണിക് ഓസിലേറ്റർ നേരത്തെ ഞാനൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇല്ലാത്ത രീതിയിൽ അത് ചെയ്തു. ഇന്നിപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു മെത്തേഡ്, ഫാക്ടറൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യും. പിന്നീട് ഇത് ഹെർമൈറ്റ്സ് പോളിനോമിയൽ ഉപയോഗിച്ച് വീണ്ടും കാണും. പിന്നെ സെൻട്രൽ ഓർബിറ്റിൻ്റെ പ്രോബ്ലംസ്, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യും. നമ്മൾ എന്നിട്ട് അക്കൂട്ടത്തിൽ മെട്രിക്സ് മെക്കാനിക്സിലേക്കും പെർട്ടുർബേഷൻ തിയറിയിലേക്കും കൂടുതലായിട്ട് കടക്കാം. ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഹാമിൽട്ടോണിയൻ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ എച്ച് ഹാറ്റ് ഈക്വൽസ് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ പി ഹാറ്റ് സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് ഹാറ്റ് സ്ക്വയർ. ഇത് മൊമെൻ്റ് ഓപ്പറേറ്റർ, ഇത് പൊസിഷൻ ഓപ്പറേറ്റർ. മൊമെൻ്റ് ഓപ്പറേറ്റർ പി ഹാറ്റ് ഈസ് മൈനസ് ഐ എച്ച് കട്ട് ഡി ബൈ ഡി എക്സ്. വൺ ഡയമെൻഷൻ ആയതുകൊണ്ട് ടോട്ടൽ ഡെറിവേറ്റീവായിട്ടോ പാർഷ്യലായിട്ടോ കാണിക്കാം. എക്സ് പൊസിഷൻ ഓപ്പറേറ്റർ പൊസിഷൻ ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതിനുപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ എച്ച് സൈ ഈക്വൽസ് ഈ സൈ, ഈ എച്ചിൻ്റെ ഇത് ഇങ്ങോട്ട് കൊടുത്തോണ്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ടു സൈ എൻ എക്സ് ഈക്വൽസ് ഇ എൻ സൈൻ എൻ എക്സ്. സൈൻ എന്ന് പറഞ്ഞാൽ nth ഐഗൺ ഫങ്ഷന്. ഇക്വേഷനെ 2/h കട്ട് ഒമേഗ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് എച്ച് കട്ട് ബൈ എം ഒമേഗ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എം ഒമേഗ ബൈ എച്ച് കട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു സൈ എൻ എക്സ് ഈക്വൽസ് 2en ബൈ എച്ച് കട്ട് ഒമേഗ സൈ എൻ എക്സ് എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഈ വേരിയബിൾ എക്സിൽ നിന്നൊന്ന് മാറ്റുക, ഈ ഒന്ന് മാറ്റുക. അപ്പോൾ യൂസിങ് ദിസ് ചേഞ്ച് ദി വേരിയബിൾസ്. y ഈക്വൽസ് എം ഒമേഗ ബൈ എച്ച് കട്ട് റേസ് ടു ഹാഫ് ഇൻറ്റു എക്സ് ആക്കുക. എപ്സിലോൺ എൻ ഇ എൻ ബൈ എച്ച് കട്ട് ഒമേഗ എന്നുള്ള എപ്സിലോൺ എൻ എന്നും മാറ്റുക. ഈ ചേഞ്ചസ് ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു സൈ എൻ വൈ ഈക്വൽസ് മൈനസ് 2 എപ്സിലോൺ എൻ സൈ എൻ വൈ എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇതിൽ നമ്മൾ എഴുതിയിട്ടൊന്ന് ഈ ഓപ്പറേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു. ഇതിൻ്റെ എക്സ്പാൻഷൻ, ഇതിൻ്റെ ഫാക്ടറൈസേഷൻ അല്ല. അങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല ഓപ്പറേറ്റർ. ഇതിവിടെ കിടക്കട്ടെ. നമ്മൾ ഇതൊന്ന് കൺസിഡർ ചെയ്യുന്നു. ഡി ബൈ ഡി വൈ പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ മൈനസ് വൈ സൈൻ എൻ വൈ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി ബൈ ഡി വൈ ഓഫ് ഡി ബൈ ഡി വൈ, ഇപ്പം ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ സൈ എൻ, ഈ സൈ എൻ വൈ ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതുക, പ്ലസ് ഡി ബൈ ഡി വൈ മൈനസ് ദിസ് ഇൻറ്റു ദിസ് ഇൻറ്റു ദിസ്, ദിസ് ഇൻറ്റു ദിസ്. അപ്പോൾ മൈനസ് ഡി ബൈ ഡി വൈ ഓഫ് വൈ സൈ എൻ പ്ലസ് വൈ ഡി ബൈ ഡി വൈ മൈനസ് വൈ സ്ക്വയർ
ഇത് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ഡി സ്ക്വയർ സൈ എൻ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് ഓഫ് ഇത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ വൈ ഡി സൈ എൻ ബൈ ഡി വൈ പ്ലസ് സൈ എൻ ഇൻറ്റു ഡി വൈ ബൈ ഡി വൈ വൺ പ്ലസ് ദിസ് മൈനസ് ദിസ് ദാറ്റ്സ് ഈക്വൽ ടു ഈ നെഗറ്റീവും ഈ പ്ലസും വരും, അത് ക്യാൻസൽ ചെയ്യും. പോയിട്ട് ഈ സൈ എൻ അങ്ങ് പുറത്താക്കി എഴുതുമ്പോൾ ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൺ ഇവിടെ വരും, മൈനസ് വൺ ഇൻറ്റു സൈ എൻ. അപ്പം ചുരുക്കത്തിൽ നമുക്ക് കിട്ടിയത് ഇത് ഇങ്ങനെയാവും. അപ്പം therefore ഡി ബൈ ഡി വൈ പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ മൈനസ് വൈ ഇൻറ്റു സൈ എൻ വൈ ഈക്വൽസ് ദിസ്. ഇക്വേഷൻ 2 അനുസരിച്ച് ഡി സ്ക്വയർ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻ ഓഫ് സൈ എൻ വൈ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2 അനുസരിച്ച് ദാറ്റ് ഈസ് മൈനസ് 2 എപ്സിലോൺ ആൻഡ് സൈ എൻ വൈ അത് ഇവിടോട്ട് ഉപയോഗിക്കുക. അപ്പോൾ യൂസിങ് ഇക്വേഷൻ 2 നമുക്ക് കിട്ടുന്നത് ഡി ബൈ ഡി വൈ പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ മൈനസ് വൈ ഓഫ് സൈ എൻ വൈ ഈക്വൽസ് ഇത് സൈ എന്നും കൂടെ ചേർത്താൽ മൈനസ് 2 എപ്സിലോൺസ് എൻ എന്ന് വരും, മൈനസ് 1 ഇൻറ്റു സൈ എൻ വൈ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 3. സിമിലർലി ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റുക. ഡി ബൈ ഡി വൈ മൈനസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ പ്ലസ് വൈ എന്നിട്ട് ഇതുപോലെ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഡി ബൈ ഡി വൈ മൈനസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ പ്ലസ് വൈ ഓഫ് സൈ എൻ വൈ ഈക്വൽസ് മൈനസ് 2 എപ്സിലോൺ എൻ പ്ലസ് ഈ മൈനസ് 1 വരുമ്പോൾ പ്ലസ് 1 എന്നാവും, പ്ലസ് 1 സൈൻ എൻ വൈ എന്ന് വരും. ലെറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. ഇനി ഇക്വേഷൻ 3a ഡി ബൈ ഡി വൈ മൈനസ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 3a ഇതിന് അപ്പോൾ ഡി ബൈ ഡി വൈ അത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇടുന്നത് ഡി ബൈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ ലെഫ്റ്റ് സൈഡിൽ ഇടുക. ഡി ബൈ ഡി വൈ മൈനസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ മൈനസ് വൈ സൈൻ എൻ വൈ ഈക്വൽസ് മൈനസ് 2 എപ്സിലോൺ ആൻഡ് മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി വൈ മൈനസ് വൈ ഇൻറ്റു സൈൻ എൻ വൈ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5. ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒന്നുകിൽ ദിസ് ഷുഡ് ബി 0. അപ്പോൾ then either d by dy minus y psi ny equals 0, equation 6, or d by dy minus y sin ny equals sin psi n plus 1 y. psi n plus 1 എന്ന് പറയുന്ന ഒരു പ്രത്യേക ഐഗൺ ഫങ്ഷനാണ്, അങ്ങനെ ആവാം. ഇക്വേഷൻ 7 എന്നിരിക്കട്ടെ. ഈ 7 എടുത്ത് 5 കൊടുക്കുക. 7 എടുത്ത് 5 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇത് വരും. അപ്പോൾ പുട്ടിങ് 7 in 5 d by dy minus y into d by dy plus y into ഇത് this is psi n plus 1 y equals minus 2 epsilon n plus 1. ഈ എപ്സിലോൺ n എന്നുള്ള ഇപ്പോൾ എപ്സിലോൺ n പ്ലസ് 1 എന്നാവും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എപ്സിലോൺ വാല്യൂ എപ്സിലോൺ n പ്ലസ് 1 ഇൻറ്റു psi n പ്ലസ് 1 y. ഇതുപോലെ ഇക്വേഷൻ 4നെ d by dy പ്ലസ് y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ എപ്സിലോൺ n പ്ലസ് 1 സ്ഥാനത്ത് എപ്സിലോൺ n മൈനസ് 1 എന്നൊരു എനർജി ടൈം കിട്ടും. ചുരുക്കത്തിൽ we have the energy levels ranging from epsilon n minus 1 and epsilon n
പ്ലസ് 1 ഇങ്ങനെ രണ്ട് ലിമിറ്റ്സ് ഇപ്പോൾ ഇവിടെ കിട്ടി. ഇതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുത്താൽ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഇക്വേഷൻ 4 നോക്കിയാൽ മതി. എപ്സിലോൺ എന്നിൻ്റെ സ്ഥാനത്ത് എപ്സിലോൺ 0 എന്ന് കൊടുക്കുക. അപ്പോൾ -2 എപ്സിലോൺ 0 പ്ലസ് 1 ഈക്വൽ 0 എന്നങ്ങ് എടുക്കുക. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എപ്സിലോണിൻ്റെ വാല്യൂ എപ്സിലോൺ 0 എന്നിരിക്കട്ടെ. അപ്പോൾ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ടേം അങ്ങ് 0 ആകുക. ഇവിടെ നിന്ന് എപ്സിലോൺ 0 ഈക്വൽസ് ഹാഫ് എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ 4 നോക്കിയാൽ മതി. 4ൽ ഈ ടേം ഉണ്ട്. ഇവിടെ എപ്സിലോൺ എന്നെന്ന് അവിടെ വന്നിരിക്കുന്നത്, അത് എപ്സിലോൺ 0 എന്നങ്ങ് ഇടുന്നു. ഇവിടെ നിന്ന് അങ്ങനെയെങ്കിൽ എപ്സിലോൺ 1 എന്ന് പറയുന്നത് ഹാഫ് പ്ലസ് 1, എപ്സിലോൺ 2 എന്ന് പറയുമ്പോൾ ഹാഫ് പ്ലസ് 2 ആൻഡ് സോ ഓൺ. ഇപ്പോൾ ജനറലായിട്ട് എപ്സിലോൺ എൻ എന്ന് പറയുമ്പോൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു n പ്ലസ് ഹാഫ്. പക്ഷേ എപ്സിലോൺ എൻ നമ്മൾ നേരത്തെ വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടു En/h⁻ ദറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ്. ഫ്രം വിച്ച് En ഈക്വൽസ് n പ്ലസ് ഹാഫ് ഇൻറ്റു h⁻, വേർ n ഈക്വൽസ് 0, 1, 2, 3 എക്സെട്ര. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ വൺ ഡയമെൻഷണൽ ഓസിലേറ്ററിൻ്റെ എനർജിക്കുള്ള ഇക്വേഷൻ ഫോർമുല. ഇനി ഇക്വേഷൻ 6, d/dy മൈനസ് y ഓഫ് സൈൻ എൻ വൈ ഈക്വൽ 0 എന്നാണ്. ഇതിന് ഒരു സൊല്യൂഷൻ എടുത്താൽ sin y ഈക്വൽസ് e⁻y²/2 ഇതിന് സാറ്റിസ്ഫൈഡ് ആകും. ഇത് ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആകും ഇക്വേഷൻ. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആകുമ്പോൾ ഉള്ള ഐഗൺ ഫങ്ഷൻ എപ്സിലോൺ 0y, ദറ്റ് ഈസ് എപ്സിലോൺ 0y ഈസ് e⁻y²/2. ഇത് ഈ മൈനസ് ഇട്ടത് യൂസിങ് d/dy പ്ലസ് y ഇത് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആകുമ്പോൾ ഇവിടുത്തെ പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് അങ്ങ് എടുക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൈനസ് കൊടുക്കുന്നു. ഇനി റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഓപ്പറേറ്റർ d/dy മൈനസ് y ഒന്ന് നോക്കാം. d/dy ψ1y എന്ന് പറഞ്ഞാൽ d/dy മൈനസ് y ഓഫ് ψ0y, ദറ്റ് ഈസ് d/dy മൈനസ് y e⁻y. ഈ പ്ലസ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ മൈനസ് തിരഞ്ഞെടുക്കുന്നു. ഇവിടെ e⁻y²/2 ഇത് സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് -2y e⁻y²/2. അപ്പം ചുരുക്കത്തിൽ ഈ ψ0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ψ1 കാണാം, അത് ഉപയോഗിച്ച് നമുക്ക് ψ2 കാണാം. അപ്പോൾ ദി ഫങ്ഷൻ, അപ്പോൾ ഒത്തിരിയേറെ ഐഗൺ ഫങ്ഷൻസ് ഈ d/dy മൈനസ് y ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഹെർമൈറ്റ് പോളിനോമിയൽസ് എന്ന് പറയും. ഹെർമൈറ്റ് പോളിനോമിയൽസ് നമ്മൾ സ്പെഷ്യൽ ഫങ്ഷനകത്ത് ഇനി എടുക്കാനുണ്ട്. ഇതുപോലെ d/dy പ്ലസ് y അത് വെച്ച് ചെയ്യാം. ഇതിൽ ഈ ഓപ്പറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓസിലേറ്ററിൻ്റെ പൊസിഷൻ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടോ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല എനർജി h⁻ യൂണിറ്റ് കണ്ട് ക്രിയേറ്റഡ് ആവുകയും അനിഹിലേറ്റഡ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഈ രണ്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിനെ ക്രിയേഷൻ ആൻഡ് അനിഹിലേഷൻ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുക. ബാക്കി നമുക്ക് അടുത്ത പോസ്റ്റിൽ കാണാം. താങ്ക് യു.